ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. എൻ്റെ പേര് അഞ്ജു. ഞാനിപ്പോൾ ഉള്ളത് US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അമേരിക്കയിലെ നഴ്സസിൻ്റെ വർക്കിംഗ് സ്കെഡ്യൂളും അവരുടെ ഷിഫ്റ്റ് അവേഴ്സും ഏതൊക്കെ ടൈപ്പ് ഷിഫ്റ്റ് ഉണ്ട്, എങ്ങനത്തെയാണ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നാട്ടിൽ തന്നെ വെച്ച് നോക്കുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആണ്, അതുപോലെ നല്ല ഫ്ലെക്സിബിളും ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്നോട് ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വർക്കിംഗ് അവേഴ്സും ഷിഫ്റ്റും സ്കെഡ്യൂളും ഒക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഇത് ചെയ്തേക്കാം, ഈ ഒരു വീഡിയോ ചെയ്തേക്കാം. ഇതൊരു കൊച്ചു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയാണെന്ന്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഡേ ടൈം, നൈറ്റ് സ്കെഡ്യൂൾ, പിന്നെ ഒരു ഫിക്സ്ഡ് സ്കെഡ്യൂൾ, നാട്ടിൽ ഇത്ര നൈറ്റ് ഒരു മാസം ചെയ്യണം, അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ പിക്ക് ചെയ്യുക നമുക്ക് ഡേ വേണോ നൈറ്റ് വേണോ എന്ന്. ഓക്കെ, അവർ ഇൻ്റർവ്യൂവിന് തന്നെ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കെഡ്യൂൾ വെച്ചിട്ടുണ്ടായിരിക്കും. ആ പൊസിഷൻ നൈറ്റ് നേഴ്സ് ആണെങ്കിൽ നൈറ്റ്, വീക്കെൻഡ് നേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഇവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓൺ കോൾ മാത്രം ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്, വീക്കെൻഡ് മാത്രം ചെയ്യുന്നവരുണ്ട്, ഈവനിങ്സ് മാത്രം ചെയ്യുന്നവരുണ്ട്, ഡേ ടൈം മാത്രം ചെയ്യുന്നവരുണ്ട്. അപ്പം നമുക്ക് ഏതാണോ നമ്മുടെ ലൈഫിന്, നമ്മുടെ ഫാമിലിക്ക് ഒക്കെ ഏറ്റവും നല്ലത് അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, അതനുസരിച്ചിട്ട് നമ്മൾ പിക്ക് ചെയ്യുക ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. അല്ലെ അങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നേഴ്സസിന് ഇവിടെ ചോയ്സസ് ഉണ്ട്. ഫുൾ ടൈം വേണമെങ്കിൽ നമുക്ക് പോവാം, പാർട്ട് ടൈം വേണമെങ്കിൽ നമുക്ക് പോവാം, പെർ ഡിയം അല്ലെങ്കിൽ PRN വേണമെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 40 hours വേണം. അപ്പോൾ 2 ബൈ വീക്ക്ലിയാണ് നമുക്കാണ് ചെക്ക് കിട്ടുന്നത്. അപ്പം 80 hours വേണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ നമുക്ക് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഇൻഷുറൻസ്, ഡെൻറ്റൽ, അങ്ങനെ എല്ലാം കൂടെ കവർ ചെയ്യുന്നത്. അപ്പം ഫുൾ ടൈം നേഴ്സസിന് അവർക്ക് ഇത്ര അവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പാർട്ട് ടൈം ആണെങ്കിൽ 20 to 30 hours ചെയ്യണം എന്നുണ്ട്. അത് പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എത്രയാണെന്ന് വെച്ച് എടുക്കാം. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ടൊരു എന്താണെങ്കിലും നമുക്ക് ഇത്ര അവേഴ്സ് കിട്ടും ആ ഒരാഴ്ചയിൽ. അപ്പം നമ്മുടെ ബെനിഫിറ്റ്സ് നമുക്ക് പാർട്ട് ടൈമിനുണ്ട്. പക്ഷെ നമ്മുടെ അത് ബെനിഫിറ്റ്സിൻ്റെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പേ ചെക്കിൽ നിന്ന് അവർ ഇത്ര ഒരു എമൗണ്ട് അവരെടുക്കും. അങ്ങനെയാണ് നമുക്ക് ബാക്കി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ പാർട്ട് ടൈമിൻ്റെ ആകുമ്പം കുറച്ചും കൂടെ ഇൻഷുറൻസ് അവർ പേ ചെക്കിൽ നിന്ന് എടുക്കുന്നത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അത്ര ഒരു ഡിഫറൻസ് ഉള്ളൂ. പിന്നെ പെർ ഡിയം അല്ലെങ്കിൽ PRN എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ അവൈലബിലിറ്റി ഉള്ളപ്പോൾ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവരോട് പറയും ഞാൻ ഇത്രയൊക്കെ ഡേയ്സാണ് അവൈലബിൾ. അപ്പോൾ ഞാൻ ഇത്ര നാളും ഞാനൊരു 9 മാസമായിട്ട് ഞാൻ പെർ ഡിയം മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെർ ഡിയം ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്ഥലങ്ങളിൽ വേണമെങ്കിലും ചെയ്യാം. കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിലും 2 സർജറി സെൻറ്ററിലും PRN ആയിട്ടുള്ള പൊസിഷൻ എനിക്കുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഞാൻ അവൈലബിൾ ആണ് അവരോട് പറയും. അപ്പോൾ അവർ നമുക്ക് അവൈലബിലിറ്റി ഓക്കെ, അവർ ട്യൂസ്ഡേ വെനസ്ഡേയും അവർ ബിസി ആണെങ്കിൽ 5 വരാൻ പറയും. ഓക്കെ, അങ്ങനെ. ഇപ്പോൾ സർജറി സെൻറ്റർ ആണെങ്കിൽ വേറെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് സ്കെഡ്യൂൾ, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നമുക്കറിയാം ഒത്തിരി സ്റ്റാഫൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെനിക്ക് നേരത്തെ തന്നെ സ്കെഡ്യൂൾ തരും. അങ്ങനെയുണ്ട്. പിന്നെ PRൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ PRN ആരും ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യത്തില്ല എൻ്റെ അറിവില്ല കേട്ടോ. ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ PRN സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് അവർ തരത്തില്ല. അതുപോലെ സർജറി സെൻറ്ററിലാണെങ്കിൽ നമ്മൾ PRN ആണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് തരത്തില്ല. അത് എത്ര അവേഴ്സ് ചെയ്തെന്ന് പറഞ്ഞാലും തരത്തില്ല. ഫുൾ ടൈമിനും പാർട്ട് ടൈമിനും മാത്രമേ ഉള്ളൂ ബെനിഫിറ്റ്സ്. പിന്നെ ഫുൾ ടൈമിനും പാർട്ട് ടൈമിനും ഒക്കെ നമ്മൾ ഇത്ര അവേഴ്സ്, ഇപ്പം ഫുൾ ടൈം ഞാൻ പറഞ്ഞല്ലോ വീക്ക്ലി 40 hours ആണ് ചെയ്യേണ്ടത്. ആ 40യുടെ 41 ആയി കഴിഞ്ഞാൽ അത് ഓവർ ടൈം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആ പേയ്മെൻറ്റ് ഭയങ്കര ആ ഒരു ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ചിലപ്പോൾ ടൈം ആൻഡ് ഹാഫ് ആയിരിക്കും, ചിലപ്പോൾ ഡബിൾ ആയിരിക്കും. അങ്ങനത്തെ ആ ഒരു പേ കിട്ടി കേട്ടോ. പലതരം ഷിഫ്റ്റ് ഉണ്ട്. 8 hour ഷിഫ്റ്റ് ഉണ്ട്, 10 hour ഷിഫ്റ്റ് ചെയ്യാം, 12 hour ഷിഫ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഹോസ്പിറ്റലിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്ലെക്സിബിളും ആണ്. ഞാൻ ന്യൂയോർക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് 12 hour മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡേ ഉണ്ടായിരുന്നു, ഈവനിങ് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 12 hour മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ഫ്ലോറിഡയിൽ വന്നപ്പം 8 hours ഉണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. 8 hour ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ 3 8s ചെയ്യുന്നവരുണ്ട് പാർട്ട് ടൈം ആയിട്ട്, അല്ലെങ്കിൽ 5 8s ചെയ്യുന്നവരാണ്. ഫുൾ ടൈം നമുക്ക് 5 8s ചെയ്യാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. 10 hour ആണെങ്കിൽ നമ്മൾ 4 ദിവസം ചെയ്താൽ മതി, ഒരു ദിവസം നമുക്ക് ഓഫ് കിട്ടും, പിന്നെ വീക്കെൻഡ് ഓഫ് കിട്ടും. അങ്ങനെ എല്ലാം ഡിഫറെൻറ്റ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഫുൾ ടൈം ആണെങ്കിൽ നമുക്ക് വീക്ക് ഡേ തന്നെ ചെയ്യണം എന്നില്ല. നമുക്ക് ഫുൾ ടൈം നഴ്സസിൽ 40 hours നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. അതായത് നമുക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന കോവർക്കേഴ്സ് എനിക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ ഓൺ കോൾ മാത്രം ചെയ്യാം വീക്കെൻഡിൽ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി ഹോസ്പിറ്റൽസൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓൺ കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയല്ലോ. അപ്പം നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് പേ കിട്ടും, കാരണം അത്ര അവേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വേറെ ടൈപ്പ് നഴ്സസ് ഉണ്ട്, കേസ് മാനേജർ, അഡ്മിഷൻ സെറ്റിംഗ്, അങ്ങനെയൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കേസ്, ഇത്ര കേസുണ്ട്, നമ്മൾ ഇത്ര കേസ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു വീക്കിനുള്ളിൽ ചെയ്താൽ മതി, അവർക്ക് ഇത്ര അവേഴ്സ് കിട്ടും. അവർ ഫുൾ ടൈം ആയിരിക്കും. അതുപോലെ അഡ്മിഷൻ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലാത്ത സമയത്ത് അവർക്ക് പേ കിട്ടും. ആ ഒരു കാര്യത്തെ, ആ ഒരു നഴ്സസിൻ്റെ അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ, കേസ് മാനേജറും അഡ്മിഷൻ നഴ്സസൊക്കെ എന്താണെന്ന്. പിന്നെ കുറച്ച് ടൈമിങ്ങിനെ കുറിച്ച് പറയാം. എപ്പോഴും ഇങ്ങനെ എയർപ്ലെയിൻ പൊക്കോട്ടേ ഇരിക്കുമോ.
ടൈമിങ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ട് ഇപ്പം ന്യൂയോർക്കിലാണെങ്കിലും ഫ്ലോറിഡയിലാണെങ്കിലും എൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 6:45 ഞാൻ ഡേ ഷിഫ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് 6:45 to 5:15. അപ്പം ഞാൻ ഫ്ലോറിഡയിൽ 10 hour ചെയ്തത്, ന്യൂയോർക്കിൽ 12 hour ചെയ്തത്. രണ്ട് 6:45 തന്നെ സ്റ്റാർട്ട് ചെയ്യും. 7 o'clock 7:30 ഒക്കെ ആയിരിക്കും കേസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കേട്ടോ. ഇപ്പം ഞാൻ OR അല്ലേ, ORൽ ഞങ്ങൾ കേസ് സ്റ്റാർട്ട് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അവിടുത്തെ നഴ്സസിൻ്റെ സ്കെഡ്യൂൾ വരുന്നത്. പക്ഷേ പ്രീ ഓപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ പേഷ്യൻസിനെയൊക്കെ പ്രെപ്പ് ചെയ്യണം. അപ്പോൾ അവരുടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 5 AM തുടങ്ങും. പിന്നെ ഫ്ലോറിലൊക്കെ ഒരു ഫിക്സ്ഡ് ടൈമിംഗ് അങ്ങനെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു 6:45 6:30 ഒക്കെ തന്നെയാണ്, 7 o'clock ഒക്കെയാണ് അവിടുത്തെയും. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ 6:45 to 5:15 ആയിരുന്നു എൻ്റെ 10 hour സ്കെഡ്യൂളുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10.5 hours അവിടെ വരും. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കുള്ള 10 hour മാത്രമേ ഹോസ്പിറ്റലിൽ തരത്തുള്ളൂ. നമ്മുടെ ലഞ്ച് 30 minutes ആണ്. അത് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യില്ല. അതുകൂടെ നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 6:45 to 4:45 ആകുമ്പോൾ എൻ്റെ 10 hour ഷിഫ്റ്റ് കഴിയും. പക്ഷേ അത് 5:15 വരെ പോകും. എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ 30 minutes ലഞ്ച് ഞാൻ കാട്ടിലിരിക്കുന്നതുകൊണ്ടേ എന്തൊക്കെ ജീവികളാണ് ഇതുവഴി പോകുന്നതെന്ന് അറിയത്തില്ല, പേടിച്ചു പോയി. ഓക്കെ, അപ്പം എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അപ്പോൾ നമ്മൾ ലഞ്ച് എടുക്കുന്ന കാരണം ആ 30 minutes നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ 15 minutes കിട്ടും, അത് ഹോസ്പിറ്റലിൽ തന്നെ തരും. അത് ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ഫ്ലോറിഡയിൽ വന്നപ്പോഴും ന്യൂയോർക്കിലാണെങ്കിലും എല്ലാം ഈ 30 minutes നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ന്യൂയോർക്കിൽ എനിക്ക് 12 hours ഷിഫ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 6:45 to 7:15 വരെ ചെയ്യണം. അതായത് 6:45 to 6:45 ആകുമ്പോൾ 10 hour കഴിയും. പക്ഷേ ആ 30 minutes കൂടെ നമ്മുടെ ലഞ്ചിൻ്റെ എക്സ്ട്രാ നമ്മൾ ചെയ്യണം. പക്ഷേ ന്യൂയോർക്കിൽ ഞങ്ങൾക്ക് 1 hour ആയിരുന്നു ലഞ്ച് ബ്രേക്ക്. അത് നിങ്ങളുടെ ഒരു ക്വസ്റ്റൻ ആയിരിക്കുമല്ലോ, 30 minutes ആണോ ലഞ്ച് ബ്രേക്ക് എന്ന്. അതെല്ലാം ഹോസ്പിറ്റലിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഞാൻ ന്യൂയോർക്കിലായിരുന്നപ്പോൾ 1 hour ആയിരുന്നു ലഞ്ച് ബ്രേക്ക്. പക്ഷേ 30 minutes ഹോസ്പിറ്റലിൽ നമുക്ക് തരുമായിരുന്നു. അരമണിക്കൂർ നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഫ്ലോറിഡ വന്നപ്പോൾ എനിക്ക് 30 minutes ലഞ്ച് ബ്രേക്ക് ഉള്ളൂ, അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാം ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ലഞ്ച് ബ്രേക്കും ബ്രേക്ക്ഫാസ്റ്റും യൂഷ്വലി കിട്ടും. ഇതൊരു കൊച്ചു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്കെഡ്യൂളിങ്ങും ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണെന്നും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്തത്. നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഇത്ര നൈറ്റ് ചെയ്യണം അങ്ങനെയല്ലേ, അങ്ങനെയല്ല ഇവിടെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്ലോറിഡയിലെ ഹോസ്പിറ്റലിൽ എനിക്ക് ഫിക്സ്ഡ് ഓഫായിരുന്നു. അതായത് ഞാൻ എല്ലാ മൺഡേയ്സും ഓഫായിരുന്നു. ഞാൻ ചെയ്യുന്നത് Tuesday through Friday ആയിരുന്നു ചെയ്യുന്നത് ഓഫ്. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ചില ഹോസ്പിറ്റലുണ്ട് നമുക്ക് ഫിക്സ്ഡ് ഓഫ് എടുക്കാം, നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ഓഫ് ഡേ എന്നാണ്. പക്ഷേ ന്യൂയോർക്കിൽ അങ്ങനെയല്ലായിരുന്നു. അവരുടെ കേസസിൻ്റെ ഒരു ലോഡും ബിസിയും അനുസരിച്ച് നമ്മുടെ ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങനെ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഡിമാൻഡ് ചെയ്യാം നമ്മൾ ഏത് ടൈപ്പ് ജോലിയിൽ എടുക്കണം എന്നുള്ളത്. ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ തന്നെ പാർട്ട് ടൈം, PRN, അഡ്മിഷൻ, അല്ലെങ്കിൽ കേസ് മാനേജർ, നൈറ്റ്, വീക്കെൻഡ്, ഓൺ കോൾ, അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷൻ അവർ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഏതാണോ ബെറ്റർ അത് നോക്കി തിരഞ്ഞെടുക്കാനുള്ള നമുക്ക് ഓപ്ഷൻസ് ഒരുപാട് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോയിൽ നിങ്ങൾക്ക് അമേരിക്കയിലെ ഒരു വർക്കിംഗ് സ്കെഡ്യൂളും നഴ്സസിന് എങ്ങനത്തെയാണ് നമുക്ക് ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശവും. അപ്പം എല്ലാ ടിപ്സും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലിൽ NCLEX റിലേറ്റഡ് CGFN, സിറ്റിസൺഷിപ്പ്, പിന്നെ GNM വരാൻ പറ്റുമോ, ഞാൻ എങ്ങനെയാണ് US വന്നത്, അങ്ങനത്തെ US നഴ്സസ് റിലേറ്റഡ് കാര്യങ്ങൾ ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം. കമൻറ്റ്സ് ഒക്കെ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.